ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് ഞാനൊരു ലഡ്ഡു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു ലഡ്ഡു അല്ല, ഇത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചായ തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും ഇത് നവരാത്രി ദിവസങ്ങൾ 9 ദിവസങ്ങളിൽ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു ലഡ്ഡു ആണ് കേട്ടോ. അപ്പം ഇത് അഗ്രഹാരങ്ങളിലൊക്കെ ബൊമ്മക്കൊലുമൊക്കെ 9 ദിവസം വയ്ക്കുമല്ലോ, അപ്പോൾ അതിന് നിവേദ്യമായിട്ടൊക്കെ നമുക്ക് വെക്കുന്നതാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു 1/4 കപ്പ് റവയും 1 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ 1 കപ്പ് ശർക്കരയാണ്. ഇത് പാനിയാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതിൽ 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തെടുക്കാം. പിന്നെ ഇത്തിരി ഏലക്ക, ഇത്രയാണ് ആവശ്യം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ തേങ്ങയൊന്ന് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം കേട്ടോ. അതായത് വെള്ളമൊക്കെ വലിഞ്ഞ് ഇതിൻ്റെ ഒരു കളറൊന്ന് ശകലം മാറുന്ന വരെ. അപ്പോഴേക്കും നമുക്കൊന്ന് നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് സാധാരണ നട്ട്സൊക്കെ പൊടിക്കാറ്. ഒന്നുകിൽ നിങ്ങൾക്ക് വറുത്തിട്ട് പൊടിക്കാം. ഞാനിപ്പോൾ വറുത്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഇതാ ഇവിടെ ഇപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു കണക്ക് മതി കേട്ടോ. ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടിയൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് റവ കൂടെ ഒന്ന് ചേർക്കാം കേട്ടോ. റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല മൂത്ത മണം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാനിപ്പോൾ ശർക്കര പാനി ചേർത്തു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സ്റ്റേജ് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർക്കാം. ഒപ്പം തന്നെ വറുത്ത റവയും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതിൽ തന്നെ ഉരുണ്ടിങ്ങ് വരും കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർക്കാം. ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂണ് നെയ്യ് കൂടെ ചേർക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു പരുവാകുമ്പോൾ ഒന്ന് അലിഞ്ഞ് ഈ ഒരു കണക്ക് പാനിൽ നിന്ന് മുറുകി വന്ന് വരുമ്പോൾ നമുക്ക് ഇത്തിരി ഏലക്കപ്പൊടി ചേർക്കാം. ഞാനൊന്ന് ഉരുട്ടി നോക്കുകയാണ്. അപ്പോൾ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കണം കേട്ടോ. നോക്കി ഉരുട്ടാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഉരുള ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് വേഗം തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉരുട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ശർക്കരയ്ക്ക് പാനിക്ക് ചൂട് വേണേ. നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ലഡ്ഡു റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നവരാത്രി സ്പെഷ്യലാണ്. അഗ്രഹാരങ്ങളിലൊക്കെ ഈ ലഡ്ഡു ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്പെഷ്യലായിട്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.